ചെന്നൈ ചെട്ടിനാട് ചിക്കൻ കറിയാണ്. ചെട്ടിനാട് ചിക്കന് വേണ്ട ചേരുവകൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, തൈര് 3 സ്പൂൺ. ചെട്ടിനാട് ചിക്കൻ കറി അപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ദോശ, പൊറോട്ട, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 4 കഷ്ണം പട്ട, ഏലക്ക, 1 ചെറിയ കഷ്ണം ജാതിപത്രി, ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട ഏലക്കൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 8-10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവനുസരിച്ച് നമ്മൾ 8-10 വറ്റൽമുളക് എടുക്കാവുന്നതാണ്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും ഫ്രൈ ആയിട്ടുണ്ട്, ഇഞ്ചിയും ഫ്രൈ ആയി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 12 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 20-25 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. 1 സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല മല്ലി ഫ്രൈ ആയി വരുന്നുണ്ട്. നമ്മളിതിൽ 1 സ്പൂൺ അരി ചേർത്ത് കൊടുക്കുകയാണ്. പുഴുങ്ങലരിയാണ്. അരിയൊക്കെ നന്നായി പൊരിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നല്ലോണം ഫ്രൈ ആയി. ഇത് തണുത്ത ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ എടുത്ത് അരച്ചെടുക്കാം. ഫാൻ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 തണ്ട് കറി ലീവ്സ് ഇടുന്നുണ്ട്. 2 അരിഞ്ഞ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 3 തക്കാളി ചേർത്ത് വഴറ്റി കൊടുക്കുകയാണ്. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചിക്കനും അരപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്യുകയാണ്. അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ഇട്ട് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ. ഒരു 10 കാഷ്നട്ടും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെന്നൈ ചെട്ടിനാട് ചിക്കൻ കറി ഇവിടെ റെഡിയായി. നമ്മൾ ഈ തേങ്ങ അരപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെയും മസാല ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്യാണ്. നല്ല മണം വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണിത്. 2 തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചെന്നൈ ചെട്ടിനാട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ അമർത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഫ്രണ്ട് റോഡ്രിക്സ് സൈനിങ് ഔട്ട്.